നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 13ാമത്തെ കഥ. ഒരു കോട്ടുവാ വരുത്തി വെച്ച വിന. ഒരാൾ മറ്റൊരാളോട് കാര്യമായി സംസാരിക്കുന്നു. ആ സമയം മറ്റേയാൾ കോട്ടുവായിടുന്നു. അത് കാണുമ്പോൾ സംസാരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒന്ന് തോന്നാറുണ്ട്. താൻ പറയുന്നത് മറ്റേയാൾക്ക് മുഷിപ്പനായി തോന്നുന്നു, അല്ലെങ്കിൽ തൻ്റെ സംസാരത്തിൽ മറ്റേയാൾ ശ്രദ്ധിക്കുന്നില്ല. ആ തോന്നൽ തന്നെ ഉണ്ടായി ചക്രവർത്തിക്കൊരിക്കൽ. അദ്ദേഹം തിരുമലാംബ രാജ്ഞിയോട് സംസാരിക്കുകയാണ്. തിരുമലാംബ രാജ്ഞി അറിയാതെ കോട്ടുവായിട്ടുപോയി. കുറേ നാളായി ചക്രവർത്തി ആ രാജ്ഞിയിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. ആ വസ്തുത രാജ്ഞിയെ അത്യധികമായി വിഷാദിപ്പിച്ചു. ഏതു വിധേനയും തന്നോട് ചക്രവർത്തിക്കുള്ള നീരസം മാറ്റണം. അതിനെന്താണ് വഴി? രാജ്ഞി ഗാഢമായി ആലോചിച്ചു. അപ്പോൾ രാമനെ ഓർമ്മിച്ചു. രാമൻ വിചാരിച്ചാൽ കാര്യം സാധിക്കും. രാജ്ഞി ഒരു ഭൃത്യനെ അയച്ച് രാമനെ വരുത്തി. സകലതും വിസ്തരിച്ച് രാമനെ അറിയിച്ചു. തുടർന്ന് രാമൻ്റെ സഹായവും അപേക്ഷിച്ചു. താൻ കഴിയുന്നത്ര പരിശ്രമിക്കാം, അവിടുന്ന് ഒട്ടും വ്യാകുലപ്പെടരുത്. രാമൻ രാജ്ഞിയെ സമാധാനപ്പെടുത്തി. അയാൾ ആസ്ഥാന മണ്ഡപത്തിൽ കയറി ചെന്നു. അവിടെ ചക്രവർത്തിയുണ്ട്, മന്ത്രിമാരുണ്ട്. എല്ലാവരുമായി ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നെൽകൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ് വിഷയം. നാം ഇതിനിടയ്ക്ക് പലതും ചെയ്യുകയുണ്ടായി. അതൊക്കെ കുറേയൊക്കെ ഫലിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെട്ടുകൂടാ. നെൽകൃഷിയാണ് ഏറ്റവും പ്രധാനം. വിളവ് വർദ്ധിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചേ കഴിയൂ. ചക്രവർത്തി പറയുകയാണ്. രാമൻ മുമ്പോട്ട് കടന്നു. തിരുമേനി, വിളവ് വർദ്ധിപ്പിക്കാൻ വഴിയുണ്ട്. എൻ്റെ കയ്യിൽ ഒരു തരം വിത്തുണ്ട്. അത് വിതച്ചാൽ നെൽവിളവ് ഇന്നത്തേതിൽ നിന്നും 3 മടങ്ങാവും. അയാൾ പറഞ്ഞിട്ട് കീശയിൽ നിന്നും കുറേ നെല്ലെടുത്ത് കാണിച്ചു. തീർച്ചയാണോ രാമ? അതേയെങ്കിൽ നമ്മുടെ ജോലി വളരെ എളുപ്പമാവും. വിശേഷപ്പെട്ട വിത്തായിരിക്കണം നിങ്ങളുടെ പക്കലുള്ളത്. ഇതിന് ഏതു തരത്തിലുള്ള വളം വേണം? ഏതു തരത്തിലുള്ള മണ്ണിൽ വിതയ്ക്കണം? തിരുമേനി, മണ്ണും വളവും ഇപ്പോഴത്തേത് തന്നെ മതി. പക്ഷേ... എന്തു പക്ഷേ? വിതയ്ക്കുന്നയാൾ കോട്ടുവായിട്ടിട്ടില്ലാത്ത ആളായിരിക്കണം. ഓഹോ, അങ്ങനെയോ? അതെ തിരുമേനി. അയ്യോ പാവം, നിങ്ങൾ ഒന്നറിഞ്ഞിട്ടില്ലേ? കോട്ടുവായിട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയോ പുരുഷനോ ഇല്ലെന്ന്. ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതെന്ത് കാര്യമാ രാമ? തിരുമനസ് പറഞ്ഞാണ് ആ കാര്യം ഞാൻ ഓർമ്മിച്ചത്. അതായത് കോട്ടുവായിടാത്തവർ ഇല്ലെന്ന്. ആട്ടെ, ഞാനിത് പോയി പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ മടങ്ങി വന്നേക്കാം. ആരോട് പറയാനാണ് പോകുന്നത്? തിരുമലാംബ രാജ്ഞിയോട്. അപ്പോൾ കൃഷ്ണദേവരായർക്ക് ഓർമ്മ വന്നു. തിരുമലാംബ രാജ്ഞി കോട്ടുവായിട്ടതും താൻ രാജ്ഞിയോട് നീരസം കാണിച്ചതും. അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി. താൻ പ്രവർത്തിച്ചത് തെറ്റാണ്. ആ തെറ്റിന് പരിഹാരം ചെയ്യുകയും വേണം. രാമ, നിങ്ങൾ രാജ്ഞിയോട് ഇക്കാര്യം പറയണ്ട. പറയുന്നത് ഞാനായിക്കൊള്ളാം. അല്പം താമസിക്കുമെന്നേയുള്ളൂ. ഇപ്പോഴത്തെ ഈ കൂടിയാലോചന ഒന്ന് കഴിയട്ടെ, ചക്രവർത്തി പറഞ്ഞു. വാസ്തവത്തിൽ രാമന് കൃതാർത്ഥത തോന്നിയിരുന്നു. രാജദമ്പതികൾ തമ്മിലുണ്ടായ അകൽച്ച താൻ കാരണം മാറിയില്ലേ? കൂടിയാലോചന കഴിഞ്ഞ് ചക്രവർത്തി രാജ്ഞിയുടെ അന്തഃപുരത്തിൽ ചെന്നു. ദമ്പതികൾ തമ്മിൽ അവരുടെ അസ്വാരസ്യം പറഞ്ഞൊതുക്കി. രാമന് 2 പണക്കിഴികൾ കിട്ടി. ഒന്ന് ചക്രവർത്തിയുടെ വക, മറ്റേത് രാജ്ഞിയുടെ വകയും. നന്ദി.